സി പ്രോഗ്രാമിംഗ്. നമ്മൾ ഈ വീഡിയോ സെക്ഷനിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോകണം. നമ്മൾ ആദ്യം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ നോക്കാം. നമ്മൾ എഴുതുന്ന സോഴ്സ് കോഡ് ഇംഗ്ലീഷിലുണ്ടാവും. ഇതിനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെഷീനിൽ റൺ ചെയ്യാൻ പറ്റില്ല. ഈ സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടറിൽ അതിനെ റൺ ചെയ്യാൻ പറ്റൂ. സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കമ്പൈലർ യൂസ് ചെയ്യും. ഓരോ ലാംഗ്വേജിലും ആ ലാംഗ്വേജിന്റെ ഗ്രാമർ ഉണ്ട്. നമ്മൾ സി ലാംഗ്വേജിന്റെ ഗ്രാമറിനെ ഫോളോ ചെയ്തിട്ട് hello.c എന്നുള്ള ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിന് കമ്പ്യൂട്ടറിൽ കമ്പൈലർ എടുത്ത് കൊടുത്താൽ കമ്പൈലർ ഈ hello.c എന്നുള്ള സോഴ്സ് കോഡിനെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ആ മെഷീൻ ലാംഗ്വേജ് ഫയലിന് hello.obj എന്ന നെയിം തരും. ഈ ഫയൽ മെഷീൻ ലാംഗ്വേജ് ഫയലാണ്. കമ്പ്യൂട്ടറിൽ നോക്കിയാൽ ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടർ ഉണ്ട്, അതേപോലെ സ്പാർക്ക് കമ്പ്യൂട്ടർ, അതായത് സൺ സോളാറിസിന്റെ കമ്പ്യൂട്ടർ, മാക് കമ്പ്യൂട്ടർ, ഇങ്ങനെ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾ ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ കമ്പൈലറിനെ യൂസ് ചെയ്തിട്ട് ഒരു സോഴ്സ് ഫയലിനെ കമ്പൈൽ ചെയ്താൽ ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന പോലെ അതിനെ ഓബ്ജക്റ്റ് കോഡായിട്ട് ചേഞ്ച് ചെയ്യും, അതായത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അത് തന്നെ ഇതേ സോഴ്സ് കോഡിന് സ്പാർക്ക് ബേസ്ഡ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ കമ്പൈൽ ചെയ്താൽ സ്പാർക്ക് ബേസ്ഡ് കമ്പ്യൂട്ടറുടെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് ആ ഫയലിനെ ചേഞ്ച് ചെയ്യും, ഓബ്ജക്റ്റ് ഫയലായിട്ട് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക് കമ്പ്യൂട്ടറിൽ കമ്പൈലറിൽ നിങ്ങൾ കമ്പൈൽ ചെയ്താൽ ആ മാക് കമ്പ്യൂട്ടറുടെ മെഷീൻ ലാംഗ്വേജിനെ പറ്റിയ പോലെ ഇതിന് ഓബ്ജക്റ്റ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഓബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിനാണ് ഓബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ ഈ ഫയലിനെ ഡയറക്റ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ ആ ഫയൽ ഡയറക്റ്റ് ആയിട്ട് റൺ ആവില്ല. ഈ ഫയലിൽ ഇനിയും കുറച്ചും കൂടി വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആ ഫയലിനെ ലിങ്കറിലേക്ക് പാസ് ചെയ്യും. ലിങ്കറിന്റെ ആദ്യത്തെ വർക്ക് സ്റ്റാർട്ടപ്പ് കോഡിന് റൈറ്റ് ചെയ്യും. ഈ സ്റ്റാർട്ടപ്പ് കോഡ് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഈ ഫയൽ ഇന്റലിന്റെ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. ഇന്റൽ ബേസ്ഡ് കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ റൺ ചെയ്യും, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ റൺ ചെയ്യും. നിങ്ങളുടെ എക്സിക്യൂട്ടബിൾ ഫയലിന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റൺ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഫയലിനെ കോൾ ചെയ്തിട്ട് റൺ ചെയ്യും. അതേപോലെ ഇതേ എക്സിക്യൂട്ടബിൾ ഫയലിന് ലിനക്സ് കമ്പ്യൂട്ടറിൽ നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ ഫയലിനെ സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടത്. ലിങ്കറിന്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഓബ്ജക്റ്റ് ഫയലിന് ഇന്റൽ കമ്പ്യൂട്ടറിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങൾ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടപ്പ് കോഡ് ഈ ഫയലിൽ ആഡ് ചെയ്യും. അത് തന്നെ ഈ ഓബ്ജക്റ്റ് ഫയലിന് നിങ്ങൾ ഇന്റൽ കമ്പ്യൂട്ടർ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടപ്പ് കോഡ് ആഡ് ചെയ്യും.